ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ റസൽ. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ റെസിൻ ആർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ബിഗിനേഴ്സിനും അതുപോലെ ഇനി റെസിൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഇതുപോലൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് എവിടെ നിന്നാണ് റെസിൻ ആർട്ടിനുള്ള സാധനങ്ങൾ വാങ്ങുക, അതുപോലെ നമുക്ക് കിറ്റായിട്ട് വാങ്ങാൻ കിട്ടും, അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് കിട്ടും. അപ്പം ബിഗിനേഴ്സിന് ഏതാണ് ബെറ്റർ, അതുപോലെ തന്നെ നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരങ്ങൾ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓഫർ നോക്കിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു റെസിൻ ആർട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു റെസിനും ഒരു ഹാർഡനറും ഉണ്ട്. നോർമലി നമ്മൾ റെസിനും ഹാർഡനറും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് 200 ml റെസിനാണ് വന്നിട്ടുള്ളത്. 3:1 റേഷ്യോയിലാട്ടോ ഇത് യൂസ് ചെയ്യുക. അപ്പം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാനൊരു റെസിൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇൻഷാല്ല നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതും എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ. അപ്പം ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് 3:1 റേഷ്യോയിൽ വരുന്ന ഒരു റെസിനും അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡനറും ആണ് കേട്ടോ. അപ്പോൾ ഇത് ബബിൾ ഷേക്ക് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരെണ്ണം ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഒരു മോൾഡാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മോൾഡ് ഇതിൻ്റെ കൂടെ ഫ്രീ എന്നാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. നമുക്കൊരു 5 ഇഞ്ചിൻ്റെ ആ ഒരു 5 ഇഞ്ചിലുള്ള ഒരു ഫ്രെയിം വരെ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോൾഡാണ് ഇത് കേട്ടോ. അപ്പം ഈ ഒരു സാധനം ഇപ്പം നമ്മളിപ്പോൾ ഫ്രെയിം ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ മെമ്മറീസിൻ്റെ ഒരു ഫ്രെയിം ചെയ്യാനൊക്കെ ആണെങ്കിലും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇത്. എന്താ പറയുക, ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ഒരു സാധനമാണ്. കാരണം നമ്മൾ ഓരോ ഷോപ്പിൽ കയറി ഓരോന്ന് വാങ്ങുക, നമുക്കറിയില്ലല്ലോ റെസിൻ ആർട്ടിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ. അപ്പം ഇത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലെ 4 കപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു 4 കപ്പ് റെസിന് നമ്മൾ നോർമലി ഗ്ലാസ്സിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലത്തെ കപ്പ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങാം. പിന്നെ വന്നിട്ടുള്ള ഇതുപോലത്തെ ഗ്ലിറ്ററാണ്. ഈ ഒരു ഗ്ലിറ്റർ 6 ഗ്ലിറ്ററും 3 മൈക്ക പൗഡറിനാണ് വന്നിട്ടുള്ളത്. ഈ മൈക്ക പൗഡർ എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന കളർ പൗഡർ ഇല്ലേ, അതിനാണ് മൈക്ക പൗഡർ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇതിൽ ഒരു 6 ഗ്ലിറ്റർ ടൈപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ഗോൾഡൻ ഫ്ലിക്സും വന്നിട്ടുണ്ട്. ഈ ഒരു പാക്കിൽ അതാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്ലിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഫ്രെയിമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു അറ്റ ഭാഗത്തൊക്കെ നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പം അതിന് വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലിറ്ററാട്ടോ. പിന്നെ ഇതാണ് 3 കോപ്പറിൽ, ഗോൾഡിൽ അതുപോലെ സിൽവറിൽ 3 കളറിൽ അവർ ഫ്ലിക്സ് തന്നിട്ടുണ്ട്. ഗോൾഡൻ കളർ ഫ്ലിക്സ് തന്നിട്ടുണ്ട്. ഈ ഫ്ലിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടി വർക്ക് അടിപൊളിയാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള സാധനമാട്ടോ. പക്ഷേ ഇത് കുറച്ച് എമൗണ്ടേ ഉള്ളൂ. നമുക്കൊരു 2-3 വർക്കോ ചെയ്യാനുള്ള ഒരു എമൗണ്ടേ ഉള്ളൂ. ഇതിൽ ചെറുതാണ് സാധനം വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വലുത് വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പം ഇതുപോലെ പിന്നെ ഗ്ലിറ്ററും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഗ്ലിറ്റർ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് എങ്ങനത്തെ ടൈപ്പ് ഗ്ലിറ്ററാണെന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങളൊരു ബിഗിനറാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു ബേസിക് ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ്ഫുൾ ആവും. പിന്നെ ഇതാണ് പറഞ്ഞിട്ടുള്ള മൈക്ക പൗഡർ എന്ന് പറയുന്നത്. ഇതിൽ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പിങ്കിഷ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കളർ മേക്ക് ചെയ്യുക. അതല്ലാതെ പെയിൻറ്റും ഉണ്ട്. ഈ നമ്മൾ റെസിൻ ആർട്ടിൻ്റെ പെയിൻറ്റും അവൈലബിൾ ആണ്. പക്ഷേ മൈക്ക പൗഡറാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ടുള്ള ഇതുപോലെ ചെയിനാണ്. ഇതിൽ എനിക്ക് ആൽഫബറ്റിൻ്റെ ഒരു മോൾഡും കൂടി ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ എന്താ പറയുക, കീ ചെയിൻ്റെ ഈ ഒരു സാധനം തന്നിട്ടുള്ളത് കേട്ടോ. ഇത് 5 ഗോൾഡൻ കളറും അതുപോലെ തന്നെ 5 സിൽവർ കളറും അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളും തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാധനം നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. മുന്നേ ഞാൻ റെസിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്ന് ഓൾറെഡി ഈ ഒരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. റെസിൻ മാത്രം മേടിച്ചിട്ട് ഇത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഷോപ്പിൽ കയറിയപ്പം കണ്ടിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണിക്കുന്ന സാധനമൊക്കെ എന്താ പറയുക, അതിൽ ഫിക്സ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 69 രൂപയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു സാധനം നമുക്ക് നിയർ ബൈ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ വന്നിട്ടുള്ളത് മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഗ്ലൗസും അതുപോലെ തന്നെ അത് മിക്സ് ചെയ്യുന്ന ഈ ഒരു
സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തായാലും റെസിൻ ആർട്ട് ചെയ്യുന്ന സമയത്ത് മാസ്കും അതുപോലെ തന്നെ ഗ്ലൗസും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം ഈ ഒരു റെസിൻ ആർട്ട് എന്ന് പറയുന്നത് കുറച്ച് ഫിസിക്കലി നമുക്ക് കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ മാസ്കും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലൗസും മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം റെസിൻ ചെയ്യാനായിട്ട്. അപ്പം ഇതിൽ എനിക്ക് 4 ഗ്ലൗസും അതുപോലെ തന്നെ 5 സ്റ്റിക്കുമാണ് അവർ ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞാലും പുറത്തുനിന്ന് തന്നെ വാങ്ങാമല്ലോ. അപ്പോൾ എന്തായാലും മാസ്കും അതുപോലെ തന്നെ ഗ്ലൗസും നിങ്ങൾ മിസ്സാക്കരുത്. അതുതന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് വന്നിട്ടുള്ള ഈ ഒരു സാധനം കണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആൽഫബറ്റിൻ്റെ മോൾഡ് എന്ന് പറയും. ഈ ഒരു സാധനം നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്ന സമയത്ത് സെപ്പറേറ്റ് വാങ്ങുന്ന സമയത്ത് ഏകദേശം 300 റേഞ്ചിലൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ മോൾഡ് മാത്രമായിട്ട് വാങ്ങുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ വാങ്ങാം. അതല്ല ഫ്രെയിം പോലത്തെ മോൾഡ് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. ഞാൻ മെയിനായിട്ട് ആൽഫബറ്റിൻ്റെ ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ബേസിക് ആയിട്ട് ഒരു റെസിൻ ആർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 590 രൂപയായിരുന്നു ഞാൻ വാങ്ങുന്ന സമയത്ത്. ഇപ്പം ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് വാങ്ങിക്കോളാം. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളൊരു റെസിൻ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നുള്ളൂ. അപ്പോൾ ഇത്രയുള്ള റെസിൻ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക. ഇത് യൂസ് ചെയ്തിട്ട് ഞാനൊരു റെസിൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് തന്നെ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്.